കണ്ണൂർ ചക്കരക്കലിൽ 32 പേരെ കടിച്ച തെരുവ് നായ ചത്തു. പനേരിച്ചാൽ, RV മെട്ട, മാമ്പ എന്നീ പ്രദേശങ്ങളിലെ നാട്ടുകാർക്കാണ് കടിയേറ്റത്. പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് രാവിലെയാണ് ചക്കരക്കൽ മേഖലയിൽ തെരുവുനായ ആക്രമണം ഉണ്ടായത്. ഈ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നവർ, ആശുപത്രിയിലേക്ക് പോകുന്നവർ, റോഡരികിലുള്ളവർ, മദ്രസയിലേക്ക് പോകുന്നവർ, അങ്ങനെ വീടിൻ്റെ മുറ്റത്തും വീടിനുള്ളിലും കയറി തെരുവുനായ ആക്രമണം ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖത്തും കൈക്കും കാലിനും ഒക്കെ തന്നെ പരിക്കേറ്റ് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർക്കാണ് കൂടുതലായി പരിക്കേറ്റത്. ഈ പരിക്കേറ്റവരൊക്കെ തന്നെ കണ്ണൂരിലെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് അത്ര ഗുരുതരമല്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. ബസ് കാത്തിക്കാൻ അന്നേരം പാഞ്ഞം കടിക്കുകയത് കുറെ ആളെ അങ്ങനെ കടിച്ചു വരുന്നുണ്ടായിരുന്നു തോന്നുന്നു. എന്താന്ന് പറയുന്നത് നായിന്ന് പറയുന്നത്. ഞാൻ കടയിലേക്ക് പോകുന്നതാണ്, കട തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ നായി വന്ന് ചാടി വീണതാണ്, എടുത്ത് കടിച്ച്. പിന്നെ തടുക്കുമ്പോൾ കൈക്ക് എൻ്റെ കൈമേല് ബോട്ടലുണ്ട്, വെള്ളം ബോട്ടലുണ്ടേനോ, വെള്ളം. അപ്പോൾ അടിച്ചിട്ട് ഞാൻ മാറ്റം ചെയ്തേനു. ഇങ്ങനെ അടുക്കള വടക്കേറിയൻ്റെ ഇടം മുറ്റത്ത് അടുപ്പുണ്ട്, അതിൻ്റെ ഇടം നിന്നതേനു. അന്നേരം പെട്ടെന്ന് നായി ഓടി വന്നിട്ട് എന്നെ കയറി പിടിച്ച്. അന്നേരം ഞാൻ മറിഞ്ഞേട്ടി വീണ്. പിന്നീട് ഈ തെരുവുനായെ പിടികൂടാൻ ഒരു സംഘത്തെ തന്നെ, നാട്ടുകാർ ഒരു സംഘത്തെ തന്നെ പഞ്ചായത്ത് നിയോഗിക്കുകയുണ്ടായി. ചെമ്പിലോട് പഞ്ചായത്തിനും ഒപ്പം അഞ്ചരക്കണ്ടി പഞ്ചായത്ത്, ഈ രണ്ട് പഞ്ചായത്തുകളിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഏറ്റവും ഒടുവിലാണ് ഈ പറയുന്ന ഒരു വ്യക്തിയുടെ വീടിന് സമീപത്ത് ഇപ്പോൾ തെരുവുനായെ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആളുകൾക്ക്, പരിക്കേറ്റ ആളുകൾക്ക് വാക്സിൻ അടക്കം നൽകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ തെരുവുനായ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന സ്ഥിരീകരണവും ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും പേവിഷബാധയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളും അതുപോലെ മറ്റ് തെരുവ് നായ്ക്കൾ ഇണങ്ങി ജീവിക്കുന്ന കുറേ ആളുകൾ ഭക്ഷണം എല്ലാം കൊടുത്ത് ഇണങ്ങി അങ്ങനെയുള്ള നായ്കൾക്ക് വാക്സിനേഷൻ നടത്തുന്ന ക്യാമ്പ് 2-3 തവണയായി നടത്തിയിട്ടുണ്ട്. കുറേ എണ്ണത്തിന് വാക്സിനേഷൻ നടത്തിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം വലിയ രൂക്ഷമല്ല എന്നതാണ് ആളുകൾ പറയുന്നത്. പക്ഷേ തെരുവുനായ ധാരാളമായി ഉണ്ട്. അപ്പോൾ തെരുവുനായ ശല്യം പരിഹരിക്കാൻ ശാശ്വതമായ ഇടപെടൽ, ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണം എന്നതുകൂടിയാണ് നാട്ടുകാരുടെ ആവശ്യം. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. തീർച്ചയായിട്ടും ആളുകൾ വലിയ ആശങ്കയിലാണ്. കാരണം ഇത്തരത്തിൽ പേയുള്ള നായയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അവർക്ക്. അതെ.